ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ബറക്കയിൽ നിന്നും ഏകദേശം ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ് നെക്കൽ. ഒമാനിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ്. അതായത് പ്രകൃതി രമണീയമായൊരു സ്ഥലം. സാധാരണ അവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നത് മോർണിംഗ് ആണ്. പക്ഷെ അതാ ഞങ്ങൾ പോകുന്നത് ഏകദേശം നൈറ്റ് 2 മണി കഴിഞ്ഞിരിക്കണ്. അങ്ങനെ അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് റൂമിൽ ഇരുന്നപ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അങ്ങനെ ഇതിനു മുമ്പ് നമ്മൾ അവിടെ പോയിട്ട് ഇതൊക്കെ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഷോർട്സ് ഇടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വീഡിയോ കണ്ടാൽ മതി. ഈ ചാനലിനെ കയറി അറിയാൻ പറ്റും. സാധാരണ അവിടെ എന്താ പറയുക, മോർണിംഗ് ആണ് എല്ലാവരും പോകല്. പക്ഷെ ഞങ്ങൾ പോകുന്നത് നൈറ്റാണ്. അവിടെ തണുത്ത കാലത്തും എന്താ പറയുക, തണുപ്പുള്ള സമയത്തും അതേപോലെ ചൂടുള്ള സമയത്തൊക്കെ അവിടെ ചുടുവെള്ളമാണ് വരിക. അത് കണ്ടപ്പോൾ ഏകദേശം നമ്മളിതാ ഉസ്താക്ക് നെക്കൽ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഇതിൽ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇതാ ഏകദേശം നമ്മൾ നെക്കലിലേക്കുള്ള കവാടം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ നാട് പോലെ അല്ലേ, ഫുള്ള് പച്ചപ്പാണ്. എന്താ പറയാ, മരങ്ങള്, പിന്നെന്താ പറയാ ഈത്തപ്പഴം, തെങ്ങുണ്ടല്ലേ ചില വീട്ടിലൊക്കെ. നോക്കി നോക്ക്, ശരിക്ക് നമ്മളെ നാട് പോലത്തെ സ്ഥലങ്ങളാട്ടാ. ओसामा कैसे है? अच्छा है भाई, बहुत अच्छा है ना. देखो बहुत अच्छा है. ऐसा मतलब मैं फर्स्ट टाइम देखा ओमान में ना. हाँ ऐसा है, मैं फर्स्ट टाइम देखा. ആഷിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? अच्छा है भाई. ആഷിക്ക് എല്ലാം ഉറക്കത്തിലാണ്. അപ്പൊ മലയാളം ഹിന്ദി അങ്ങനെ കേസ് ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പോ ഏകദേശം 2:30 ആയിട്ടുണ്ട് സമയം. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. എല്ലാവരും കുളിക്കാൻ വന്നതും എനിക്കൊന്നും ഈദ് വെക്കേഷനിൽ വന്നാന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ പുറത്ത് നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഉദർ ജാക്ക് പാർക്കിംഗ് ഉദർ. അപ്പോൾ അതാ ഫൈനലി ഞങ്ങൾ ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആഷിക്ക ഉസാമ एक हाय बोलो. വണ്ടിയൊക്കെ ലോക്കൊക്കെ ആക്കിയതാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. അവിടെ ഒന്നുകൂടി രസം പകല് കാണാനാണ്, പക്ഷെ നൈറ്റും ഓക്കെയാണ്. അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട്. അത് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ നെക്കൽ ഫോർട്ട് എത്തുക. ഒസാമ ആഷിക്ക ഇറങ്ങിക്കോ. അതാണ്, വലിയ ആഴമൊന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഇതാ ഇവിടെ നിന്നാണ് ഇത്രയും ഭാഗം എന്താ പറയാ, ഇതിലാണ് ഈ ചുടുവെള്ളം. ആ ഗുഹന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഈ നേരത്തത് ഫുള്ള് പാറക്കെട്ടാണ്, വലിയ പാറയാണ്. അതിന്റെ ഉള്ളിൽ ഒസാമ കേസേ ഗരം കേസേ ठंडा पानी. അവനങ്ങനെ പറയുന്നതാണ്. ഇത് സംഭവം ചുടുവെള്ളമാണ്. ഒസാമ थोड़ा नीचे जाओ. कितना कैसे एक्सपीरियंस कैसे तुम्हारा? नहीं अच्छा है. ऐसा मतलब ये लोकेशन फैमिली वाला बहुत अच्छा है. फैमिली वाला बहुत अच्छा है. इसमें सेपरेट मतलब आप कहीं भी बैठ के आप अपना बारबेक्यू लगा सकते हैं. कुछ भी अपना फैमिली का साथ आओ. फैंटास्टिक ആൻഡ് അമേസിംഗ്. അങ്ങനെ ഫൈനലി നമ്മളെ ഈ വെള്ളത്തിന്റെ ഒരു ഇത് കണ്ടിട്ട് എന്താ പറയാ, ആഷിഖ് ഭായി ഹെഡേക്ക് കണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോ വെള്ളത്തേക്ക് ചാടാൻ നിന്നത്. ആഷിഖ് ഭായി കം ഓൺ മാൻ. ആഷിഖ് മാൻ. ഒസാമ അങ്ങനെ ഒമാനിൽ ഉള്ളവരൊക്കെ എന്താ പറയാ, പറ്റുന്നവരൊക്കെ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്തോളി. ഫാമിലി ഉള്ളവരൊക്കെ പ്രത്യേകിച്ച്. എന്തായാലും ഞങ്ങളെ പോലെ രാത്രി വരാൻ നിൽക്കണ്ട, എല്ലാരും പകല് വന്നാൽ മതി. ഫൗസാൻ എപ്പടി ഇരിക്കടാ. പിന്നെ ഫൗസാൻ കാല് കിട്ടുന്നുണ്ട്. അതായത് ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഗുഹന്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എന്താ പറയാ ഈ അത്ഭുതമായ ചുടുവെള്ളം വരുന്നത്. അതിന്റെ ഒരാളെ ഹൈറ്റിൽ ഉണ്ട്. माशाल्लाह. ये बस कैसा लग रहा है? अच्छा लग रहा है. You come first time? Yeah, I will come. Osam also coming first time, right? No, second or third time. But मैं कभी पहले आके नहाया नहीं है सर. Okay. बस थोड़ा विजिट करने के लिए. How is the experience? वो देखो उधर कैमरा लगाओ भाई. वो देखो भाई, वो भाई. हाँ. भाई ये.